എല്ലതും കടിക്കുന്ന കൂട്ടത്തിൽ ഇതാ ഇപ്പോൾ ഈ ബാഗും ആൾ കടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നേരെ ഞാൻ അങ്ങോട്ട് അരോക്കി എടുത്ത് വെച്ചു. ആൾ വന്ന സമയത്ത് ഈ സോഫയുടെ ഇവിടെ വരെ കൈ എത്തുന്ന രീതിയിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ആളങ്ങ് വലുതായിട്ടുണ്ട്, കണ്ടില്ലേ? അതുമാത്രമല്ല, കുറച്ചുകൂടെ കഴിഞ്ഞാൽ ആൾ ഇതുമ്പോൾ കയറും കേട്ടോ. ഇപ്പോഴും ആൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് കയറാൻ വേണ്ടി പറ്റും. ആൾ ശ്രമിക്കാഞ്ഞിട്ടാട്ടോ. ഇപ്പം എനിക്ക് തോന്നുന്നു ആ ബാഗ് അങ്ങോട്ട് അരോക്കി വെക്കണ്ടായിരുന്നു എന്നുള്ളത്. കാരണം ഒരവസരം കിട്ടിയ പോലെയല്ലേ ശ്രമിക്കാൻ. പിന്നെ അവൾ ശ്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം അങ്ങോട്ട് അവളുടെ ശ്രദ്ധ മാറ്റി. പിന്നെ ഞങ്ങൾ രണ്ടുപേരുള്ള കളികളായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് പുറത്ത് 2-3 ആളുകൾ വന്നിട്ട് പോയി നോക്കിയപ്പോൾ ആരാ? നമ്മുടെ പിള്ളേരാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അമ്പലത്തിലെ ഉത്സവത്തിന് വരണം എന്ന് പറഞ്ഞ് ക്ഷണിച്ചിട്ടുള്ളത്. ആ പിള്ളേർ അവിടുത്തെ നോട്ടീസായിട്ട് വന്ന കേട്ടോ. അവരുടെ ഒരു സുഹൃത്ത് വരച്ചതാണ് അവർ പ്രിൻ്റ് എടുത്തിട്ട് കൊടുക്കണം. എല്ലാവർക്കും കൊടുക്കുന്നില്ല, പക്ഷേ എനിക്ക് കിട്ടി കേട്ടോ. വീണ്ടും ആ ദിവസം ഓർമ്മിപ്പിച്ചുകൊണ്ട് അവർ പോയി കേട്ടോ. എന്തായാലും ഈ ഒരു ക്രിയേറ്റിവിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഓർക്കാണെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ നേരെ അടുക്കളയിൽ വന്നപ്പോഴേക്ക് ഇവർ ഇവിടെ അങ്ങോട്ട് തകിട് പൊടിയാക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അരിച്ച് പെറുക്കുകയാണ് കേട്ടോ. സത്യം പറയാമല്ലോ, ഇവരെ പുറത്തിറങ്ങുന്ന സമയത്ത് ഫുൾ ക്ലീൻ ആക്കിയിട്ടാണ് ഞാൻ ഇറക്കുക. എന്നാലും എന്തെങ്കിലുമൊക്കെ ഇവർ ഒപ്പിക്കും കേട്ടോ. വീണ്ടും ഇവളുടെ കൂടെ ഞാൻ കളിക്കാനിരുന്നു കേട്ടോ. ഇവളെ കൂടെ ഞാൻ കളിക്കാൻ വന്നപ്പോൾ ഇവളെന്നെ അങ്ങോട്ട് അന്തം വിട്ടിട്ടുണ്ട് കേട്ടോ. അവൾ ചാടുന്നതിനനുസരിച്ച് ഞാനും ചാടി. പിന്നെ ഞാൻ ഓടിയപ്പോൾ ആൾ ഓടുന്നുണ്ട്. നല്ല രസമുണ്ട്. ഇടയ്ക്കൊക്കെ ഒരു എക്സസൈസ് വേണ്ടേ, പ്രത്യേകിച്ച് ശങ്കരിക്ക് മാത്രമല്ല കേട്ടോ, എനിക്കും ഇപ്പോൾ എക്സസൈസൊക്കെ അത്യാവശ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇവരൊപ്പം കഴിച്ച് ഞാൻ കുഴങ്ങിയതിന് ശേഷം ഞാൻ നേരെ അങ്ങോട്ട് ബെഡ് പോയി കിടന്നതേ ഓർമ്മയുള്ളൂ. ഇതാ എന്നെ തിരഞ്ഞൊരാൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരാൾ മാത്രമല്ല, ബാക്കിൽ കൂടെ മറ്റേ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് പുറത്തുള്ള ആൾക്കാർ അവിടെ അവരുടേതായ രീതിയിലുള്ള കളികളായിരുന്നു. കുഞ്ഞൂസ് കണ്ടോ, സൺബാത്തിങ്ങിലാണ്. എന്താ അപ്പം ചെയ്യുക? പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ 2 എണ്ണത്തിങ്ങനെ അങ്ങോട്ട് കൂട്ടി കയറി കേട്ടോ. കൂട്ടി കയറിയാലും എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഒപ്പിക്കണമല്ലോ. ഈ കൂടെ എത്ര ദിവസം ഉണ്ടാവും എന്നറിയില്ല. എന്തായാലും നോക്കാം, ഉള്ളിടത്തോളം കാലം അങ്ങോട്ട് പോട്ടെ. കൂടുതൽ വഷളായപ്പോൾ ഒന്നും നോക്കില്ല, വടി എടുത്തിട്ട് ആ ഒരു കൂടുമ്പോൾ 2 കൊട്ടങ്ങോട്ട് കൊടുത്തിട്ടോ. അപ്പോഴേക്കും അവരങ്ങോട്ട് സൈലൻ്റായി. പിന്നെ ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങി, നിങ്ങളിങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് 2 തല്ല് കിട്ടും, 3 തല്ല് കിട്ടുന്നു പറയുള്ളൂ കേട്ടോ, കൊടുക്കുമൊന്നുമില്ല. പിന്നെ കുറേ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ കുഞ്ഞൂസിനെയും മേട്ടുവിനെയും ഇവരൊക്കെ ഈ വടി ഉപയോഗിച്ച് തല്ലാറുണ്ടോയെന്ന്. തല്ലാറൊന്നുമില്ല. തല്ലിക്കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പേടി പോകുമല്ലോ. പക്ഷേ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് നിലത്ത് 2 തല്ല് തല്ലിയിട്ട് കാലുമ്പോൾ ജസ്റ്റ് വെക്കുന്ന പോലെ കാണിക്കുമ്പോൾ തന്നെ താഴെ കൊണ്ട തല്ല് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഞാൻ പറയുന്നത് അനുസരിക്കാറുണ്ട് കേട്ടോ. അത് കരുതിയിട്ട് എല്ലാ കാര്യങ്ങളും അനുസരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ചെയ്യരുതാത്ത കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ കടിക്കുക, അല്ലെങ്കിൽ പറഞ്ഞാൽ കേൾക്കാണെന്നൊക്കെ, കോമ്പൗണ്ടിൻ്റെ പുറത്ത് പോയാൽ വിളിച്ചാൽ വരാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യാതിരിക്കാനും ഈ കൂടുതൽ സോഫ്റ്റായിട്ട് അവരെ ഹാൻഡിൽ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിലൊക്കെ പേടിപ്പിക്കുന്നത്. ഇപ്പം തന്നെ കണ്ടില്ല, ആ 2 കൊട്ടിൽ തന്നെ 2 എണ്ണം അവിടെ അടങ്ങിയിട്ടുണ്ട്. ഈ അടക്കമൊന്നും നോക്കണ്ട. ഈ 4 എണ്ണത്തിൻ്റെ കയ്യിൽ തന്നെയാണ് ഈ ചൂരൽ എപ്പോഴും ഉണ്ടാവുക. എത്രാമത്തെ ചൂരലാണെന്നറിയോ? ഇവരെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്നറിയോ? എത്ര അടിപിടി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കിടക്കാൻ നേർക്ക് ഇവർക്ക് 2 പേർക്കും പരസ്പരം വേണം കേട്ടോ. രാവിലെ കീരിയും പാമ്പായിരിക്കും. പകൽ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിലും രാത്രി ഉറങ്ങുകയാണെന്നുണ്ടെങ്കിലും ഇതായിരിക്കും കേട്ടോ അവസ്ഥ. ഇവരെ ഞാനിപ്പോൾ കൂടുതലും പകൽ ഉറക്കാറുണ്ട് കേട്ടോ. അന്ന് കുട്ടപ്പന്മാരാവട്ടെ എന്ന്, അതിന് വേണ്ടിയിട്ടാണ് ഉറക്കണേ.